ഞാൻ ഈ ചായപാത്രമായിട്ട് ദിവസവും ചായ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ റോട്ടിലൊക്കെ നോക്കും. അവിടെ വരുന്ന വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങുന്ന ഈ സിനിമക്കാരനെന്നും തോന്നുന്ന ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചു തന്നിട്ട്, സാർ നിങ്ങൾ സിനിമാവാ? ഇല്ല ഇല്ല ഇല്ല, സോറി സാർ. ഇതാ തീർത്തും അസാധാരണമായ ഒരു ജീവിത കഥ. യഥാർത്ഥ ജീവിതത്തിൽ പല വേഷങ്ങളാടിയ ശേഷം സിനിമയിൽ താരമായി വളർന്ന ഒരു സാധാരണക്കാരന്റെ ജീവിത കഥ. ഒരു കുടികാരൻ മാതിരി ആഡ് പണ്ണ് എന്ന് പറഞ്ഞു. ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും വേണോ? കാരണം നമ്മളതാണല്ലോ, നമ്മളിനി എന്താ അഭിനയിക്കാൻ. മണികണ്ഠൻ ആർ ആചാരി. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ബാലൻ ചേട്ടനായി വന്ന് തിയേറ്ററുകളിൽ കയ്യടി നിറച്ച നടൻ. സിനിമയിലെത്തും മുമ്പ് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ കലാകാരന്. ട്രെയിനിന് തലവെക്കാൻ സാധിച്ചില്ല, പിന്നെ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു, അതും പല രീതിയിൽ പരാജയപ്പെട്ടു. ഒന്ന് കൊമ്പടിഞ്ഞു പോയി. ബാല്യകാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ. അച്ഛൻ്റെ ബോഡി കത്തിച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞ് ഈ പുറമ്പോക്ക് ഭൂമിയിലെ ഓലപ്പരയിൽ ചാണാമഴിയ തറയിൽ ഒരു മൂലയിലേക്ക് നനയാതെ ഈ 4 മക്കളെയും ചേർത്ത് ഇരിക്കുന്ന ഒരമ്മയുടെ വിഷലുണ്ട്. സിനിമയിലേക്കുള്ള വരവ്. എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, 7ാം അറിവ് സിനിമ അതിനകത്ത് എൻ്റെ ശബ്ദം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവർ കണ്ടു കഴിഞ്ഞിട്ട്, എടാ നിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന ശബ്ദം എൻ്റെയാണ്. മറക്കാനാകാത്ത വ്യക്തികൾ. ഭയങ്കര സന്തോഷവാനായി 2 പേരെ കണ്ടിട്ട്. അത് പാർവതി ചേച്ചിയും കാളിദാസുമായിരുന്നു. പാർവതി ചേച്ചിനെ കണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് എന്താ പറയുക, അമ്മയെ കണ്ട പോലെ. സംഭവങ്ങൾ. സ്വർണ്ണപ്പണി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. പച്ചക്കറി തട്ടുണ്ടല്ലോ, ആ തട്ടിലൊരു അമ്മ ഫുൾ ചോരയാണ്. ആ ചോരയിൽ കുഞ്ഞു മകനെ മടിയിൽ കിടത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിന്നും താരത്തിളക്കത്തിലേക്ക് വളർന്ന മണികണ്ഠൻ ആർ ആചാര്യയുടെ ചമയങ്ങളില്ലാത്ത ജീവിത സാക്ഷ്യം. അമ്മ പറഞ്ഞു തന്ന കഥകളുടെ വിഷ്വല് മനസ്സിൽ ഇങ്ങനെ കിടന്ന് എൻ്റെ ഓർമ്മയായി മാറിയതാണോ, അതോ അന്ന് സംഭവിച്ചത് എൻ്റെ കുഞ്ഞു തലച്ചോറിൽ ഞാൻ പകർത്തി വെച്ചതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് അച്ഛൻ അത്യാവശ്യം മദ്യപിക്കുന്ന ആളായിരുന്നു. എപ്പോഴും ബഹളം ഉണ്ടാവാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം അച്ഛൻ മദ്യപിക്കാതെ വരികയും എല്ലാവരും കൂടി, ഞങ്ങൾ 4 ആമക്കളാണ്. അപ്പോൾ അമ്മ ഭക്ഷണം വിളമ്പുന്നു. അപ്പോൾ ചാണകം മെഴുകിയ തറയാണ്. ഈ ഡാൻസ് കളിക്കുന്ന പ്ലേറ്റ്, അതിൽ 2 പ്ലേറ്റ് ഉണ്ടാവും ഒരാൾക്ക്. അതായത് ഒരു പ്ലേറ്റിൽ ചോറും ഒരു പ്ലേറ്റിൽ കറിയുമാണ്. വെള്ളം പോലത്തെ കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കൊഞ്ചിച്ചുകൊണ്ട് ഏറ്റവും ഇളയ ആളായ എന്നെ മടിയിലിരുത്തി ഇങ്ങനെ ചോറൊക്കെ വാരി തന്നു. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ കൊഞ്ചി എന്താ പറയുക, കൃത്യമല്ലാത്ത ഭാഷയിൽ, ആ കുഞ്ഞിൻ്റെ ഭാഷയിൽ ചോദിച്ചത്, അച്ഛനെ പോലെ ഞാൻ വലുതാവുമ്പോൾ അച്ഛനെ പോലെ ഇതേപോലെ കുടിച്ചു വന്നിട്ട് അച്ഛനെ ഇടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന കഥ അമ്മ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അത് എന്താ പറയുക, അച്ഛൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ പെട്ടെന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒരു ബാല്യകാലത്തെ ഒരു ചെറിയ കോമഡി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചിരിപ്പിക്കുന്ന എൻ്റെ ക്യാരക്ടർ തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന്, എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്ന് അമ്മ പറഞ്ഞ് ഉള്ള അറിവ് അതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിഷ്വൽസാണ് ബാല്യകാലത്തെക്കുറിച്ചുള്ളത്. പിന്നെ ഉള്ളൊരു വിഷ്വൽ എന്ന് പറയുന്നത്, അച്ഛൻ മരണപ്പെട്ട് അച്ഛൻ്റെ ബോഡി കത്തിച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞ് ഈ പുറമ്പോക്ക് ഭൂമിയിലെ ഓലപ്പരയിൽ ചാണാമഴിയ തറയിൽ മഴ പെയ്താൽ എല്ലാ മഴയും വീട്ടിൽ എത്തുന്ന അങ്ങനത്തെ ഒരു വീട്ടിൽ ഒരു മൂലയിലേക്ക് നനയാതെ ഈ 4 മക്കളെയും ചേർത്ത് ഇരിക്കുന്ന ഒരമ്മയുടെ വിഷലുണ്ട് മനസ്സിൽ. അന്ന് ഇതൊക്കെ
ഇങ്ങനത്തെ ചിത്രങ്ങളേ ഉള്ളൂ, അമ്മ പറഞ്ഞ കഥകളിലെ ചിത്രങ്ങളേ ഉള്ളൂ. അതിനൊന്നും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല. അന്ന് മൊബൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലാത്ത സമയത്ത് മനസ്സുകളുടെ ഒരു സന്ദേശങ്ങളാണല്ലോ, അല്ലെങ്കിൽ മനസ്സുകൾ കൈമാറുന്നതാണല്ലോ. അങ്ങനെ അമ്മ കൈമാറിയ സന്ദേശമായിരിക്കും അമ്മുമ്മ പാതിരാത്രി എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് ഒരു കാറൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ കൊച്ചിയിലായിരുന്നു അച്ഛൻ്റെ നാട്. അച്ഛൻ്റെ പേര് രാജൻ എന്നാണ്. അപ്പോൾ സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണ്ണപ്പണി അതിൻ്റെ ഒപ്പം തന്നെ റിക്ഷ വണ്ടി ഓടിക്കുകയും മറ്റ് പല തൊഴിലുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അധ്വാനിയാണ്, കുടുംബസ്നേഹിയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ മദ്യപാനവും നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം അസുഖങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള ഇരിപ്പ് ഈ സ്വർണ്ണപ്പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു അസുഖം പൈൽസിൻ്റെ അസുഖമാണ്. അപ്പോൾ അന്ന് ചികിത്സിക്കാനുള്ള നിവൃത്തികേടും അല്ലെങ്കിൽ അതിനെ വലിയ കാര്യമാക്കി എടുക്കാതെ അത് ഉള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ ചാരായം കുടിയൊക്കെ ആയിട്ട് ഈ പൈൽസ് പിന്നീട് ക്യാൻസറാവുകയും ലിസി ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ട് ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി ഈ കോഴിക്കുഞ്ഞുങ്ങളെ കോഴിത്തള്ള ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് ഇരിക്കുന്ന പോലെ ഈ അമ്മ ഇരിക്കുകയും കുറേ രാത്രി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ കാറും കൊണ്ട് വന്ന് എല്ലാവരെയും തൃപ്പൂണിത്തുറയിലേക്ക് വരികയും പിന്നെ പിറ്റേ ദിവസം മുതൽ തൃപ്പൂണിത്തുറയിലെ ജീവിതം ആരംഭിക്കുകയാണ്. പള്ളിപ്പറമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് അമ്മൂമ്മയ്ക്ക് വീടുണ്ടായിരുന്നത്. അമ്മൂമ്മയുടെ പേര് പൊന്നുഅമ്മാളും കുഞ്ഞിപ്പിള്ള ആചാരി. അമ്മയുടെ അച്ഛൻ്റെ പേര് കുഞ്ഞിപ്പിള്ള ആചാരി, അമ്മൂമ്മയുടെ പേര് പൊന്നുഅമ്മാൾ. ഇവർക്ക് കമ്പർഷൻ മുക്ക് എന്ന് പറയുന്ന, അതായത് എസ് എൻ ജംഗ്ഷൻ, ഇന്നത്തെ എസ് എൻ ജംഗ്ഷനിൽ ആയിരുന്നു തറവാട്. ആ തറവാട് അപ്പൂപ്പനുള്ളപ്പോൾ തന്നെ അമ്മാവനൊക്കെ മൂത്തൊരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹവും മരിച്ചു. അപ്പോൾ അദ്ദേഹമൊക്കെ ഉള്ളപ്പോൾ തന്നെ അത് വിറ്റിട്ട് പിന്നെ വാങ്ങിച്ച സ്ഥലമാണ് പള്ളിപ്പറമ്പുകാവ്, തൃപ്പൂണിത്തുറയിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ പള്ളിപ്പറമ്പുകാവ് വീട്ടിലേക്കാണ്. അപ്പോൾ ഈ പള്ളിപ്പറമ്പുകാവ് വീട് ഒരു 10 സെൻറ്റിലുള്ള, അല്ലെങ്കിൽ ഏകദേശം ഇത്തിരി മുറ്റവും പുറകോശമൊക്കെ ഉണ്ട്. അവിടെ വാഴകളുണ്ട്, പിന്നെ ഒരു അമ്പഴങ്ങ മരമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു മനക്കക്കാരുടെ പറമ്പുണ്ട്, അവിടെ കാരക്കയുണ്ട്. അപ്പോൾ ബാല്യകാലം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പറമ്പും പാടവും, വീടിൻ്റെ തൊട്ട് മുമ്പിൽ കൂടി തന്നെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ തോട്ടിൽ ഈ നമ്മൾ കാലുകൊണ്ട് വെള്ളം ഇങ്ങനെ അടിച്ച് പടക്കം പൊട്ടിച്ചുള്ള കളികൾ. അപ്പോൾ ടാറ് വരാൻ പോകുന്നുള്ളൂ. ടാറ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൽപ്പൊടി ഇറക്കിയിട്ട് പിന്നെ കരിങ്കല്ല് വിരിക്കുമല്ലോ. അപ്പോൾ കരിങ്കല്ല് വിരിച്ച അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിനു മുമ്പൊക്കെ തന്നെ അവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള ആ മുറ്റം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ സൈക്കിൾ ചവിട്ടാൻ എൻ്റെ ആ വീട്ടിൽ അച്ഛൻ മരിച്ച കുഞ്ഞുങ്ങൾ ഞങ്ങൾ മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ അമ്മാവൻ മരിച്ചിട്ട് അമ്മാവൻ്റെ 2 പെൺമക്കൾ, 2 ചേച്ചിമാരുണ്ടായിരുന്നു, പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അവർ 3 പേരും, ഞങ്ങൾ 4 പേര്, പിന്നെ അമ്മാവന്മാർ 2 പേര്, ചിറ്റന്മാർ 3 പേര്, അമ്മുമ്മ. അങ്ങനെ ഈ നിറഞ്ഞ ഒരു വീടായിരുന്നു. ഒരു ചെറിയ വീട്, നിറച്ചു ആളുകളും ഈ ഉള്ള സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഭക്ഷണം ഉള്ളെങ്കിലും അത് വളരെ സന്തോഷത്തോടെ പങ്കുവെച്ച് കഴിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ അവിടെ നിന്ന് അമ്മൂമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പല പല ബന്ധുക്കളുടെ വീടുകളിലായിട്ട് താമസം തുടങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മൂത്ത ചേട്ടൻ അമ്മയുടെ ഒരു വകയിലൊരു അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായി. എനിക്ക് കിട്ടിയ വീട് അത്യാവശ്യം പണക്കാരായിട്ടുള്ളൊരു വീടായിരുന്നു. എൻ്റെ വല്യമ്മയുടെ വീട്, അതായത് സരോജം എന്നാണ് വല്യമ്മയുടെ പേര്. വല്യമ്മയുടെ ഭർത്താവ് കുഞ്ഞനാചാരി. ഈ കുഞ്ഞനാചാരിയും സരോജവും താമസിക്കുന്ന അവർ വലിയച്ഛൻ്റെ സ്വന്തം സ്ഥലം കരിമൂളിലാണ്. കരിമൂളിൽ നിന്ന് അദ്ദേഹം അധ്വാനിച്ച് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി തൃപ്പൂണിത്തുറയിൽ നിന്ന് വല്യമ്മയെ വിവാഹം ചെയ്തു. ആ വിവാഹത്തിൻ്റെ ബന്ധത്തിൽ തൃപ്പൂണിത്തുറയിലൊരു കണക്ഷനൊക്കെ ആയി. അവിടെ അത്യാവശ്യം ഒരു വലിയൊരു സ്ഥലവും ഒരു പഴയ നമ്മുടെ ബ്രാഹ്മൺസിൻ്റെ ഒരു തറവാട്, പട്ടേരി മഠം എന്ന് പറയുന്നൊരു വീട് വാങ്ങി
പിന്നെ അവിടെ അദ്ദേഹം അത്യാവശ്യം നല്ല ധനികനായി തന്നെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അവിടെ അന്തേവാസിയായിട്ട് പോകുന്നത്. പക്ഷേ വല്യച്ഛൻ സ്വന്തം മകനെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ വല്യച്ഛൻ്റെ കൂടെ വല്യച്ഛനൊരു വലിയ റോൾ മോഡലായിരുന്നു. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അടുത്താണ് ആ വീട്. അവിടെ നിന്നാണ് പതുക്കെ പതുക്കെ എൻ്റെ കഥാപാത്രം പുറത്തേക്ക് ചാടുന്നത്. എനിക്ക് ഈ കൂട്ടുകാരുണ്ടാവുന്നതും. എന്നെ ആദ്യം സ്കൂളിൽ ചേർത്തത് ഗേൾസ് ഹൈസ്കൂളിലാണ്. തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂളിൽ ആണ് ഞാൻ ഫസ്റ്റ് പഠിക്കുന്നത്. പള്ളിപ്പുറമ്പാവ് വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിലും അമ്മൂമ്മയുടെ വീട്ടിലും അങ്ങനെ അങ്ങനെ മാറി മാറി നിൽക്കും. ഈ പഠിക്കുന്ന കാലത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് ഒഴിവാക്കിക്കൊണ്ടൊരു പറച്ചിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സ്കൂൾ പഠനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് അത് തന്നെയാണ്. ഞാൻ അത്യാവശ്യം കുരുത്തക്കേടും കുസൃതിയൊക്കെ ആയിട്ടുള്ള, പഠിത്തത്തിലൊട്ടും താല്പര്യമില്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കുട്ടിയുടെ പാദസരം കാണാതെ പോയി. അത് എത്രയും പെട്ടെന്ന് അത് ഞാനാണെന്ന് അവർ തീരുമാനിക്കുകയും, കാരണം അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഉള്ള ഒരാൾ ഞാനായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. എൻ്റെ നോട്ടത്തിലും ഭാവത്തിലും എൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിലൊക്കെ ഞാൻ തന്നെ ആയിരിക്കും എന്ന് അവരങ്ങോട്ട് ഉറപ്പിച്ചു. പക്ഷേ അത് ഞാനായിരുന്നില്ല. അത് എന്നെ ആ ചെറുപ്പത്തിൽ എനിക്ക് വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ടിഫിൻ ബോക്സ് തുറന്ന് അതിൽ നിന്ന് നല്ല ഭക്ഷണങ്ങൾ ഒക്കെ അടിച്ചു മാറ്റുക, അങ്ങനത്തെ ഭക്ഷണം ചെറിയ ചെറിയ കുഞ്ഞു മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല പിടിക്കപ്പെട്ടതല്ല, ചെയ്യാത്ത ഒരു വിഷയം നമ്മളിൽ ആരോപിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ വീട്ടിൽ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയും വലിയച്ഛനുമൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ അത് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് അവിടെ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്കൂളിലെ പഠിത്തം നിർത്തിയിട്ട് അവിടെ നിന്ന് RLV സ്കൂളിലേക്ക് വരികയാണ്. ഏതാണ്ട് 2ാം ക്ലാസ്സിലാണ് ഈ സംഭവം. 2ാം ക്ലാസ്സിൽ RLV സ്കൂളിലേക്ക് വരുന്നു. RLV സ്കൂളിൽ നിന്നാണ് പിന്നീട് കലാകാരൻ അല്ലെങ്കിൽ കലയിലേക്കൊക്കെ കുറച്ച് രുചി ഉണ്ടാവാൻ തുടങ്ങിയത്. തൃപ്പൂണിത്തുറ ആ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ പറഞ്ഞ ഫെസ്റ്റിവലുകളാണ്. എല്ലാ ഉത്സവങ്ങൾക്കും ഓരോ ഗാനമേളകളും അല്ലെങ്കിൽ മിമിക്രി പരിപാടികൾ. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ വയറിലടിച്ച് പാടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ തെരുവ് നാടകങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കലാകാരനായി വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്ന ഒരു നാട്ടിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിന്നെ അവിടുത്തെ നല്ല ഓർമ്മകൾ എന്ന് പറയാനായിട്ട് അവിടെ എനിക്കൊരു അരുൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ ചുമന്ന ചോറുണ്ടായിരുന്നു, എന്നും ചുമന്ന ചോറാണ്. ബീട്രൂട്ടോ അല്ലെങ്കിൽ ചീരയോ അങ്ങനെ ആയിരിക്കും. ആ ചോറിൽ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അവൻ എന്താ പറയുക, ചോറും മൊത്തം എടുക്കും, ഇലയിലേക്ക് കൊട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ മൊത്തം ചുമപ്പായിരിക്കും. അതൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അരുണും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും മോര് കൊണ്ടുവരുന്നൊരു കൂട്ടുകാരിയുണ്ട്, മഞ്ജു. അപ്പോൾ അതൊക്കെയാണ് നല്ല ഓർമ്മകൾ ഗേൾസ് ഹൈസ്കൂളിൽ. പിന്നെ അത് കഴിഞ്ഞ് RLVയിൽ വന്നു കഴിഞ്ഞാൽ RLVയിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു റൗഡി പരിവേഷത്തോടു കൂടിയാണ് RLV സ്കൂളിലേക്കുള്ള എൻട്രി. RLV സ്കൂളിൽ അത്യാവശ്യം കുറച്ച് ആ സമയത്ത് നല്ല മിടുക്കന്മാരായിട്ടുള്ള റൗഡികളും വേറെ ഉണ്ടായിരുന്നു, എൻ്റെ കുറച്ച് കൂട്ടുകാർ. പിന്നെ അവിടെ നിന്ന് പറഞ്ഞ പോലെ കളികളും എന്താ പറയുക ഇടിപിടുത്തവും. അതിനിടയ്ക്ക് നാടകം പഠിപ്പിക്കാനായിട്ട് ശെൽവരാജ് എന്ന് പറയുന്ന ശെൽവൻ ചേട്ടൻ വന്നു. ഭൂതത്താൻ്റെ നിധി എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങളെ പഠിപ്പിച്ചു. അതിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു കള്ളൻ്റെ വേഷമായിരുന്നു. അപ്പോൾ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയും നാടകത്തെക്കുറിച്ചൊന്നും അധികം പഠിക്കാത്ത ആ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനുള്ളൊരു കഴിവൊക്കെ അന്ന് പ്രകടിപ്പിക്കുകയും, അന്ന് ശെൽവൻ ചേട്ടൻ പറഞ്ഞു നീ നാടകം
ഇനിയും പഠിക്കണം, നാടകങ്ങളിൽ കളിക്കണം, നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പ്രചോദനമൊക്കെ നമുക്ക് ഗുണം ചെയ്തിരുന്നു. ഈ നാടകമൊക്കെ അഭിനയിച്ചു. പക്ഷേ പഠിക്കാൻ അപ്പോഴും ഭയങ്കര മോശമായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. എങ്കിലും ടീച്ചർമാർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പത്മാവതി ടീച്ചറാണ് പത്മാവതി ടീച്ചറിൻ്റെ ഒരു പെറ്റാണ്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ടീച്ചർമാരിൽ ഒരാളാണ് പത്മാവതി ടീച്ചർ. ചോറ്റാനിക്കരയാണ് ടീച്ചറിൻ്റെ വീട്. അതേപോലെ നന്ദിനി ടീച്ചർ. ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പങ്കെടുക്കുക, അതിനു മുമ്പ് RLV സ്കൂളിൽ തന്നെ ആനിവേഴ്സറിക്ക് ഈ കലോത്സവത്തിന് വിടാനുള്ളൊരു കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ പ്രൈസ് വാങ്ങുകയും അവിടെ നിന്ന് ഈ ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഈ കലോത്സവത്തിന് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സ്കൂളിൽ കലയും കലാപവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമ്പന്നമായിട്ട് ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ ദാരിദ്ര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഞാൻ അനുഭവിച്ചതൊക്കെ ദാരിദ്ര്യമായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് തന്നെയാണ് ഞാൻ ജീവിച്ചതെന്ന് മനസ്സിലാക്കുന്നത് വലുതായപ്പോഴാണ്. അതെൻ്റെ വീടാണ് എന്നുള്ള ധാരണയിൽ തന്നെ ആയിരുന്നു എൻ്റെ ജീവിതം. അന്നത്തെ കാലത്ത് ഞാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും അവർക്ക് നാരങ്ങ വെള്ളം, വലിയ വീടാണ്, അംബാസഡർ കാറുണ്ട്, ഫോണുണ്ട്, കേബിൾ TV ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗമയോടുകൂടിയൊക്കെ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. പിന്നീട് വലുതാകുമ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ വീടല്ല എന്നുള്ളത്. അതാരുടെയും എന്താ പറയുക, ആരും അങ്ങനെ നമ്മളോട് പെരുമാറിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവാത്തതാണോ എന്തോ. എനിക്കന്ന് എൻ്റെ വീടായിരുന്നു അത്. പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ അല്ല എന്നുള്ളത് മനസ്സിലായെങ്കിലും ചെറുപ്പം വളരെയധികം സമ്പന്നമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബോയ്സ് സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. വൈകുന്നേരം ക്രിക്കറ്റ് കളി കഴിഞ്ഞാലും ഞാൻ ഒരുപാട് വൈകിയാണ് വരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ ആളുകളുമായിട്ടാണ് വലിയ വലിയ വിഷയങ്ങളിൽ കാതു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ കുറച്ച് പ്രായത്തെ കവിഞ്ഞുള്ളൊരു അറിവ്, അല്ലെങ്കിൽ പക്വത, അല്ലെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങൾ ചില പ്രായത്തിലാണല്ലോ അറിയേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് അറിഞ്ഞതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അതിനെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പറയും ഈ സിസ്റ്റം എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ എനിക്കതൊന്നും അന്നറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പഠിച്ചതിൻ്റെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് പിന്നീട് 10-20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം മനസ്സിലാക്കിയപ്പോൾ ഞാൻ പല കാര്യങ്ങൾ, ഇപ്പോൾ മദ്യപാനമാണെങ്കിലും സെക്സ് ആണെങ്കിലും എല്ലാം ഞാൻ തെറ്റായ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ചരിത്രത്തെ ഓർക്കുമ്പോൾ എനിക്കതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാതെ ഇപ്പോൾ ഞാൻ 1-2 തവണ ഈ സംസാരം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ഒരു ഫ്ലോയിലേക്ക് എത്തുന്നത്. കാരണം അത്ര നല്ല അനുഭവങ്ങൾ മാത്രമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു അത്യാവശ്യം നന്നായി അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ട് മദ്യപാനം പഠിക്കുന്നത് ഈ പറഞ്ഞ അതും അമ്മ പറഞ്ഞു തന്നേക്കണം. ആ ദുഷ്ടനാണ് ഇവൻ്റെ കുഞ്ഞായിരിക്കും, ആ കുഞ്ഞിൻ്റെ വായിലേക്ക് അടപ്പിൽ മദ്യം ഒഴിച്ചു കൊടുത്തു. ആ ദുഷ്ടൻ എന്ന് പറയുന്ന ഏതോ ഒരു ദുഷ്ടനെക്കുറിച്ച് അമ്മ പറയുമായിരുന്നു. അപ്പം അങ്ങനെയാണ് മദ്യത്തിൻ്റെ ടേസ്റ്റ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാണുന്നതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞപ്പോൾ വല്യച്ഛനാണെങ്കിലും അത്യാവശ്യം നന്നായി മദ്യപിക്കും, പുകവലി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് ബീഡി അടിച്ച് മാറ്റിയിട്ട് ഒരു ചാമ്പമരമുണ്ട്, ആ ചാമ്പമരത്തിൻ്റെ തുഞ്ചാണി കയറിയിട്ട് വലിച്ച് മേളിലേക്ക് വിടും. അപ്പോൾ ആരും പുക കാണില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ അങ്ങനെ ബീഡി വലി ഒടിച്ചു. ഈ മദ്യപാനം ഈ പറഞ്ഞ പോലെ ഒരു ക്വാർട്ടർ വാങ്ങിയിട്ട് എന്താ പറയുക, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രണ്ടുപേരും കൂടി ഇതിൽ വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ കൃത്യമായ രീതിയൊന്നും അറിയാതെ ഈ ക്വാർട്ടർ, അന്ന് ബിവറേജ് ഉണ്ട് തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൻ്റെ അടുത്ത്,
അവിടെ നിന്ന് വാങ്ങിയിട്ട് കാനറ ബാങ്കിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, ആ വഴിയിൽ നിന്നിട്ട് ഒരു 7 മണി സമയമാണ് സന്ധ്യയ്ക്ക്. എന്നിട്ട് ഇത് പൊട്ടിച്ച് രണ്ടുപേരും കുളുകുളാന്ന് കുടിച്ചു, പകുതി കുടിച്ചു. ഇതാണ് ആദ്യത്തെ കുടി. ഈ കുടി പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയോ ഏതൊക്കെ രീതിയിലാണ് കുറേ പോയിട്ടുള്ളത്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കയറും, വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ബോയ്സ് സ്കൂളിൽ പോകും. അവിടെ വൈകുന്നേരം ദോസ്തി ക്രിക്കറ്റ് ക്ലബ്ബ്, ചിയേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ്, മാമൂസ് ക്രിക്കറ്റിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ക്രിക്കറ്റും ഉണ്ട്, അതേപോലെ തന്നെ കലയും ഉണ്ട്. തൃപ്പൂണിത്തുറ എല്ലാം കൊണ്ടും സമ്പന്നമാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം കളിക്കാൻ പോകും. എൻ്റെ മെയിൻ പരിപാടി കളിയല്ല. കളി കഴിഞ്ഞാൽ ഇവരെല്ലാവരും സ്റ്റേജിലിരിക്കും. സ്റ്റേജിലിരുന്ന് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എൻ്റെ കുറേ പ്രകടനങ്ങളുണ്ട്. ഈ പ്രകടനങ്ങൾ ഇവർ കാണുകയും ഇവർ കൈയടിക്കുകയും. അപ്പോൾ അങ്ങനെ ആദ്യമായി ഞാൻ അവതരിപ്പിച്ചത് കിരീടം എന്ന് പറയുന്ന സിനിമയിൽ ലാൽ സാറ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കീരിക്കാടൻ ജോസ് വരും. വന്നിട്ട് കീരിക്കാടൻ ജോസിൻ്റെ ചിരിക്കുമ്പോൾ ലാൽ സാറ് പറയും, ചിരിക്കണ്ട, ചാകാൻ തന്നെ വന്ന്. ഇതാണ് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് കൈയടിക്കും. ഈ കയ്യടി ലഹരിയായി തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും ഈ കയ്യടി വേണമെന്ന് പറയുന്നൊരു നിർബന്ധത എന്നിലുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും സ്വയം ഉണ്ടാക്കുകയും. അങ്ങനെ സുരേഷ് ഗോപി കമ്മീഷണർ സിനിമയുടെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറയുക, ഇതൊക്കെയായിരുന്നു പരിപാടികൾ. കുട്ടിക്കാലം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മണികണ്ഠനായിട്ട്. ഇപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീട്ടും സഞ്ചിയും പൈസയും അവിടെ കൊടുക്കും. അത് കഴിഞ്ഞാൽ കലുങ്കിൽ ചിയേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബിലെ ചേട്ടന്മാർ ഉണ്ടാവും. അവരുടെ മുമ്പിൽ പോയിരുന്നിട്ട് വർത്തമാനം പറയുക. പിന്നെ അവരാരെങ്കിലും ഒരുമിച്ചായിരിക്കും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു 9 മണിയാവും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെല്ലാ കഥകളും വെച്ച് പിന്നീട് ആലോചിക്കുമ്പോൾ ഈ രാത്രി ആയാലും അല്ലെങ്കിൽ ഈ ചെറിയ പയ്യൻ പോയാൽ ഇവനെന്താ വൈകിയെന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ ഇവന് ഹോംവർക്ക് ചെയ്യലോ ഇത്തരം പരിപാടികളൊന്നും അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും അധികം. എൻ്റെ മൂത്ത ചേട്ടൻ, വല്യച്ഛൻ്റെ മൂത്ത മോൻ, ചേട്ടനൊരു വലിയേട്ടനാണ് ഞങ്ങളുടെ. അപ്പോൾ ചേട്ടനെ ഇത്തിരി പേടിയാണ്. ചേട്ടൻ ഇടയ്ക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എടുക്കാൻ പറയും, എഴുതാൻ പറയും. ഇതല്ലാതെ വേറൊരു ഇതൊന്നും വീട്ടിലുണ്ടാവുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, നമ്മൾ അവിടുത്തെ തന്നെ എന്താ പറയുക, നമ്മൾ അവിടുത്തെ ആണോയെന്ന് വെച്ചാൽ അവിടെയാണ്. പക്ഷേ അങ്ങനെ പോയി. ബോയ്സ് സ്കൂളിൽ വൈകുന്നേരത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പ്രായം മാറാൻ തുടങ്ങുന്നതോറും ഈ കലാപരിപാടികൾ അവതരിപ്പിക്കൽ നിർത്തി. പിന്നെ അവിടെ ഇരുന്നിട്ടുള്ള ബാക്കി ഇവരുടെ ഒരു 6:45 7 മണി വരെയൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ ഇരുന്നിട്ടുള്ള ഇവരുടെ ഇടികളുണ്ടാക്കിയ കഥകളും, മഹാരാജാസ് കോളേജിൽ പോയിട്ട് അവിടെ ഇടിയുണ്ടായി, ഇവിടുത്തെ ഗാനമേളയ്ക്ക് ഇടിയുണ്ടായി. അങ്ങനെ ഈ ഇടിയും പ്രശ്നങ്ങളൊക്കെ അതിലേക്കൊരു ലഹരി ഉണ്ടായി. പിന്നീട് പതുക്കെ നമ്മൾ യുവാവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇപ്പോൾ സ്റ്റാൻഡിലൊക്കെ ബസ്സുകാർ തമ്മിൽ അടി ഉണ്ടാവും. ഈ അടി ഉണ്ടായാൽ അത് പോയി കാണുക എന്ന് പറയുന്ന ഒരു വലിയ ഹോബിയായിരുന്നു. അത്യാവശ്യം ഈ സ്കൂളിലൊക്കെ അത്യാവശ്യം റൗഡീസം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മദ്യപാനം വളരെ മോശമായ രീതിയിൽ എൻ്റെ കൃത്യത ഒന്നും അറിയാതെ മദ്യപാനം തുടങ്ങി. RLV സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പള്ളിപ്പറമ്പുകാവിലെ വീട് വിറ്റിട്ട് തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അമ്മൂമ്മയൊക്കെ വീട് മാറി. അപ്പോൾ അവിടെ നിന്ന് തോപ്പിലും പനക്കിലൊക്കെ ഉള്ള കൂട്ടുകാരാണ് കൂടുതൽ RLVയിലുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. നമ്മുടെ ആളുകളാണല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വരിക, അതായത് വല്യച്ഛൻ്റെ വീട്ടിൽ താമസമുണ്ട്, എൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്ക് ഇവിടെയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ്. അപ്പോൾ അങ്ങനെ ഈ കാലഘട്ടത്തിൽ എൻ്റെ അമ്മാവൻ്റെ 2 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അമ്മാവൻ്റെ മോൾക്ക് കല്യാണമായി. കോയമ്പത്തൂരിൽ നിന്നാണ് കല്യാണം വന്നിട്ടുള്ളത്. കല്യാണം വന്നു. ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട തന്നെ ഒരു ഫാമിലിയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അവരുമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ അളിയൻ എന്നെ വെക്കേഷന് കോയമ്പത്തൂർ ഞാൻ പോയി സ്വർണ്ണപ്പണി പഠിക്കാനായിട്ട്. അങ്ങനെ സ്വർണ്ണപ്പണി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഞാൻ കപ്പട്ടി കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ്
അളിയൻ്റെ വീട്. അന്ന് അളിയൻ താമസിച്ചുകൊണ്ടിരുന്നത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സിനിമയിൽ സ്ഫോടനങ്ങളും ചോരയും കരച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ഇതെല്ലാം കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാണേണ്ട വന്നു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു തട്ടടിച്ചിട്ട് ആ തട്ടിൽ പച്ചക്കറി തട്ടുണ്ടല്ലോ, ആ തട്ടിലൊരു അമ്മ, അത്യാവശ്യം ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരു അമ്മ, അവരുടെ മടിയിൽ അവരുടെ മകൻ ഫുൾ ചോരയാണ്. ആ ചോരയിൽ കുഞ്ഞ മകനെ മടിയിൽ കിടത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ വാളൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ എൻ്റെ അമ്മാവൻ്റെ മോനുണ്ട്, അദ്ദേഹത്തിന് മുരുകൻ എന്നാണ് പേര്, മുരുകദാസ് എന്നാണ്. പുള്ളി ഈ താടി നല്ല കട്ടിക്കുണ്ട്, ഈ മീശ ഡ്രിം ചെയ്തേക്കുക. അപ്പോൾ ഒരു 3-4 പേര് കൂടി പുള്ളിനെ പിടിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് പേര് ചോദിച്ചപ്പോൾ മുരുകൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. അവർ വസ്ത്രം അഴിച്ച് കാണുന്നത് വരെ അവർ വിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എന്താ പറയുക, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ മൃഗത്തെയും നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. എൻ്റെ നടന് ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് പിന്നീട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ബോംബ് സ്ഫോടനം എനിക്ക് പുസ്തകത്തിൽ വായിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ചോരയിൽ കുളിച്ച് കിടക്കുന്ന മകനെ മടിയിലിട്ട് ഒരു അമ്മ എങ്ങനെ കരയും എന്ന് എനിക്ക് സങ്കല്പിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് യൂണിവേഴ്സലായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു അടിപൊളി നല്ലൊരു മരം കണ്ടെത്തി. ആ മരത്തിൽ കയറി ഇരിക്കാം, അവിടെ നിന്ന് നേരെ ഒരു ചെറിയ വള്ളി പോലെയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ തൂങ്ങി ഇങ്ങനെ ഇറങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഈ നാടകം തുടങ്ങി സമയത്ത് ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി സെറ്റ് ചെയ്തു. എൻ്റെ എൻട്രിക്ക് മുമ്പ് എനിക്ക് ആ മരത്തിൽ നിന്ന് ചാടേണ്ട വന്നു. ഒരു മിഷറിൻ്റെ കൂടിലാണ് പോയിരുന്നത്. എൻ്റെ ശരീരം മൊത്തം, എൻ്റെ ഈ തലയ്ക്കകത്ത് മുഴുവനും മിഷർ കയറിയിട്ട് നേരെ ഈ കോൺഗ്രസ് നേതാവിൻ്റെ മുമ്പിൽ, ഈ പുള്ളി വിളിക്കുമ്പോഴാണ് ഞാൻ വരേണ്ടത്, നേരെ വന്ന് ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട ഞാൻ വിളിക്കാതെ തന്നെ വന്ന് കണ്ടു.